ഹെവൻ വേ ട്രാലിക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് മാങ്ങക്കാലം ആയതുകൊണ്ട് ഞാൻ മാങ്ങോട് തന്നെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ നുറുക്കി വെച്ച മാങ്ങയാണ് കേട്ടോ. അത് മാങ്ങയല്ല, മാമ്പഴം. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു വെറൈറ്റി സംഭവം ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് ഈ മാമ്പഴം ഒന്ന് ചട്ടിയിലിട്ട് ചെറുതായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാം. കുക്കറിൽ അടിച്ച് കഴിഞ്ഞാൽ വല്ലാണ്ട് വിസിൽ കൂടും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ മാമ്പഴം എടുത്തിട്ട് നമ്മളങ്ങനെ ചൂടാക്കി അത് മൂടി വെച്ച് നമ്മളതൊരു പാകപ്പെടുത്തി എടുക്കാൻ പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യം ആഡ് ചെയ്യണം. അതിൽ വേണ്ടത് നമുക്ക് പഞ്ചസാര. അപ്പോൾ നമ്മുടെ മധുരം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമുക്കാണ് ഇടാൻ പറ്റുക. അപ്പോൾ നമ്മളെ രീതിക്കനുസരിച്ചിട്ട് പഞ്ചസാര ഇടാം. അങ്ങനെ നമ്മളിത് ജസ്റ്റ് ഒന്ന് ഇളക്കി നമ്മളിത് ആവിയിൽ വേവിച്ച് ഇങ്ങനെ എടുക്കണം കേട്ടോ. അങ്ങനെ നമുക്കിത് അടച്ച് വെച്ചേക്കാം കേട്ടോ, നമ്മുടെ രീതിയിൽ അത് പുഴുങ്ങി വേവാനായിട്ട്. അപ്പോൾ നമുക്ക് ഏലക്കായാണ് ശരിക്കും ഇതിൽ വേണ്ടത്. അപ്പോൾ ഏലക്കായ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ വാനില എസൻസ് എടുത്ത് ഒഴിച്ച് നമ്മൾ സെറ്റാക്കണം കേട്ടോ. പക്ഷേ ഞങ്ങളൊരു പാക്കറ്റ് ബ്രെഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നുള്ളതായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ച് നമ്മുടെ ബ്രെഡൊക്കെ ഇങ്ങനെ ചൂടാക്കി രണ്ട് സൈഡിൽ നമ്മൾ നെയ്യ് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. ഇപ്പോൾ തന്നെ എൻ്റെ സ്മെല്ലൊന്ന് വേറെയാണ് കേട്ടോ. എന്തൊരു മണമെന്നറിയാം. നെയ്യ് ഇങ്ങനെ എന്തിനേലും ഉപയോഗിക്കണം, നല്ല സ്മെല്ലാണ്. അങ്ങനെ നമ്മുടെ രണ്ട് വശം നമ്മുടെ ബ്രെഡ് ഇങ്ങനെ ചുട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ മാമ്പഴം എടുത്ത് നമ്മൾ അതിലിങ്ങനെ ശരിക്കും ജാമിൻ്റെ പരുവത്തിൽ നമ്മളിങ്ങനെ അടച്ച് സെറ്റാക്കിയിട്ട് നമ്മളൊരു സ്നാക്സ് പോലെ കഴിക്കാൻ പറ്റിയൊരു സംഭവമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോരാണ് ഞങ്ങൾ സാമ്പിൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിച്ചൊക്കെ പോകണം. നല്ല രുചിയാണ് കേട്ടോ. ഞാൻ മുന്നേ ഉണ്ടാക്കി ഞാൻ കഴിച്ചതാണ്. ഞാൻ നമ്മുടെ ആൾ കഴിച്ചിട്ട് നമ്മുടെ ആൾക്കത് കൊടുക്കാം കേട്ടോ. ഈ മാമ്പഴം ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും ഒരു വേറെ സ്മെല്ലുണ്ട്. മാമ്പഴത്തിൻ്റെ സ്മെല്ലല്ലേ, ഒരു ചക്കയുടെ സ്മെല്ലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ശരിക്കും ഇങ്ങനെ തേൻ്റെ രുചിയാണ്. മധുരം നമ്മളിപ്പോൾ 2 ടീസ്പൂൺ അങ്ങനെ ഇട്ടിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ അതും പിന്നെ പ്ലസ് മാമ്പഴത്തിൻ്റെ മധുരവും രുചിയുണ്ട്. അപ്പോൾ നമുക്ക് ചിന്തിക്കാവുന്നുള്ളൂ. നെയ്യും കൂടി ആകുമ്പോൾ അതിൻ്റെ രുചി ഒന്ന് വേറെ ലെവലാണ്. അവിടെ ടീ വെച്ച കാരണം കൊണ്ടാണ് കേട്ടോ നമ്മൾ വോയിസ് കട്ടാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണല്ലോ, കോപ്പറേറ്റ് കാണിക്കുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ട്, ഞങ്ങൾക്കും നല്ല ഇഷ്ടമായിട്ട്, ഞങ്ങൾക്ക് മതിയായിട്ടില്ല. ഞങ്ങൾക്ക് എങ്ങനെയൊന്നും കഴിച്ചപ്പോൾ 2-3 കഴിച്ചാലേ ഞങ്ങൾക്കൊന്ന് സെറ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളത് വീണ്ടും ട്രൈ ചെയ്യുന്നുണ്ട്, വീണ്ടും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. മാമ്പഴക്കാലാണ്. അപ്പം എല്ലാവരും ഇങ്ങോട്ട് ഓരോന്ന് ട്രൈ ചെയ്ത് സാധനം പൊള്ളിയാണ് കേട്ടോ. നല്ല രസമുണ്ട്. അപ്പോൾ അതന്നെ രുചിവായിരുന്നു നിൽക്കണം. നിങ്ങൾ വീണ്ടും ഉണ്ടാക്കി തിന്നാൻ പോകട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ.